പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയലാൻ എന്ന തമിഴ് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 റിലീസായ സൈഫൈ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് അയലാൻ. ആർ രവികുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ശിവകാർത്തികേയൻ, രാഹുൽ പ്രീത് സിംഗ്, യോഗി ബാബു എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമത്തിൽ കൃഷിയും വ്യവസായവുമൊക്കെയായി സാധാരണമായ ജീവിതം നയിച്ചു വരുന്ന നായകൻ ഒരു ഘട്ടത്തിൽ പുതിയ ഒരു ജോലിക്കായി അവൻ ചെന്നൈയിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് അന്യഗ്രഹത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യവുമായി ഭൂമിയിലേക്ക് എത്തിയ ഒരു ഏലിയനെ അവൻ കണ്ടുമുട്ടാനായി ഇടയാവുന്നതും അതിനുശേഷം പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. അയലാൻ എന്ന സിനിമ ഇപ്പോൾ സൺ നെക്സ്റ്റിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ചതായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളുമൊക്കെ മികച്ചു നിന്നു. AR റഹ്മാൻ ഒരുക്കിയിരിക്കുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമൊക്കെ വലിയ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തതുപോലെ ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ മാത്രമാണ് സമ്മാനിച്ചത്. കഥാപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടുപരിചിതമായ ഒരു സ്റ്റോറി ലൈനോടെയൊക്കെ തന്നെയാണ് ഈ ചിത്രത്തെയും അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിലേക്കൊരു ഏലിയൻ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നത് മാത്രമാണ് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. 2016 തുടങ്ങിയ ഒരു സിനിമ എന്ന രീതിയിൽ സ്റ്റോറി ആയാലും അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയായാലും ഒക്കെ തന്നെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയും ടെംപ്ലേറ്റഡ് ഫോർമാറ്റിലായും ഒക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. എങ്കിലും ആ ഒരു ഏലിയൻ കഥാപാത്രവും അതിൻ്റെ VFX വർക്കുമൊക്കെ മികച്ചതായി തന്നെ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ശിവകാർത്തികേയനും ഏലിയൻ കഥാപാത്രവും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളുമൊക്കെ മികച്ചതായും രസകരമായും തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. സ്ലോ ആയി ആരംഭിക്കുന്ന സിനിമ ഏലിയൻ കഥാപാത്രം വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഫൺ ആക്ഷൻ ഡ്രാമ എന്ന രീതിയിൽ അത്യാവശ്യം എൻഗേജിംഗ് ആയും രസകരമായും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിനിമയുടെ സ്റ്റോറിയും വില്ലൻ കഥാപാത്രവും മ്യൂസിക്കും ഒന്നും അത്ര സ്ട്രോങ് ആയി വന്നില്ല എന്നുള്ളതാണ് സിനിമയെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം. 2 മണിക്കൂർ 35 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. തുടക്കത്തിലും ചിലയിടങ്ങളിലുമൊക്കെയായി അതിൻ്റെതായ ഒരു സ്ലോനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു തമിഴ് സൈഫൈ ആക്ഷൻ മൂവി എന്ന രീതിയിൽ ജസ്റ്റ് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് അയലാൻ എന്ന് പറയാം. സിനിമ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.